തിരുവനന്തപുരം പാറശാലയിലെ ഷാരോൺ എന്ന യുവാവിൻ്റേത് കൊലപാതകമാണെന്ന് തിരിച്ചറിഞ്ഞിരിക്കുന്നു. കാമുകിയായ ഗ്രീഷ്മയാണ് കൊലപാതകം നടത്തിയെന്നും പോലീസ് സ്ഥിരീകരിക്കുന്നു. അല്പസമയത്തിന് തന്നെ പോലീസ് കാര്യങ്ങൾ വിശദീകരിക്കും. അമൽ തേനമ്പറമ്പിൽ പാറശാലയിൽ നിന്ന് ചേരുന്നുണ്ട്. അമൽ, ഇപ്പോഴുള്ള പ്രേക്ഷകർക്ക് വേണ്ടി എപ്പോഴാണ് ഇവർ ഈ ഒരു സൗഹൃദത്തും അത് പ്രണയമൊക്കെയായി മാറുന്നത്? ഇവർ രണ്ടുപേരും എന്തു ചെയ്യുകയായിരുന്നു? ഏത് സമയം മുതലാണ് ഗ്രീഷ്മ ഈ രീതിയിൽ ഈ ഷാരോണിനെ കൊലപ്പെടുത്താനുള്ള ചിന്തകളിലേക്ക് കടന്നത് എന്നാണ് മനസ്സിലാകുന്നത്? ദിവിഷ, ഈ രണ്ടാം കോവിഡിന് ശേഷമാണ് ഈ ബസ്സുകളൊക്കെ ഓടി തുടങ്ങുന്ന സമയത്താണ് പിന്നീട് ക്ലാസ് തുടങ്ങുന്നത്. ഇവർക്ക് നെയ്യൂർ ക്രിസ്ത്യൻ കോളേജിലാണ് ഷാരോൺ പഠിക്കുന്നത്. നെയ്യൂരിലെ തന്നെ മറ്റൊരു കോളേജിൽ ഈ പെൺകുട്ടിയും പഠിക്കുന്നു. അപ്പോൾ ഇവർ പോകുന്ന വാഹനത്തിൽ വെച്ചുള്ള പരിചയമാണ്, ബസ്സിൽ വെച്ചുള്ള പരിചയമാണ് പിന്നീട് ആ പ്രണയത്തിലേക്ക് നയിക്കുന്നത്. ഇവർ രണ്ടുപേരും ഒന്നിച്ച് ഇവിടെ നിന്ന് പോരും. ആദ്യം ആ പെൺകുട്ടി കയറി ആ വാഹനം ഇവിടെ വരുമ്പോൾ പാറശാലയിൽ എത്തുമ്പോൾ ഷാരോണും ആ വാഹനത്തിൽ കയറും. അങ്ങനെ രണ്ടുപേരും ഒന്നിച്ചാണ് ബസ്സിൽ യാത്ര ചെയ്ത് നെയ്യൂർ പോയിരുന്നത്. അതിനുശേഷം പിന്നീട് വീണ്ടും ആ സമയം മുതൽ വലിയ അടുപ്പമായിരുന്നു. പക്ഷേ ആ അടുപ്പം സൗഹൃദം പിന്നീട് പ്രണയത്തിലേക്ക് മാറി. ഈ പെൺകുട്ടി ഈ ഷാരോണിന് റെക്കോർഡ് ബുക്കുകളും മറ്റും വരച്ചു കൊടുക്കാനൊക്കെ സഹായിച്ചിരുന്നു. അങ്ങനെ ഇവർ തമ്മിൽ നല്ല അടുപ്പമായി, പിന്നീട് പ്രണയമായി. ആ പ്രണയം വളർന്ന് ഇവർ വിവാഹം കഴിക്കുന്നു എന്നുള്ള തരത്തിലേക്ക് വരെ കാര്യങ്ങളെത്തി. ഷാരോണിന്റെ വീട്ടിൽ ആ പെൺകുട്ടിയും ഷാരോണും ഒരു ദിവസം ഇവർ രണ്ടുപേരും വീട്ടിൽ, ഷാരോണിന്റെ അച്ഛൻ ഓട്ടോറിക്ഷ ഓടിക്കുകയാണ്, അമ്മ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുകയാണ്, സഹോദരൻ ഇവിടെ ഉണ്ടാവാറില്ല. അങ്ങനെയുള്ള ഒരു സമയത്ത് ഇവർ രണ്ടുപേരും ഷാരോണിന്റെ വീട്ടിലെത്തി. സാങ്കേതികമായി അല്ല എങ്കിൽ കൂടി ഇവർ വിവാഹം കഴിച്ചു. അതായത് താലി കെട്ടുന്ന ഒരു ചടങ്ങുണ്ടായി. പിന്നീട് കുങ്കുമം തൊടിയിച്ചു. അതിനുശേഷം വെട്ടുകാട് പള്ളിയിലും അതോടൊപ്പം തന്നെ മറ്റു ചില ആരാധനാലയങ്ങളിലും ഇവർ പോയി അവിടെയും വെച്ചെല്ലാം ഈ കുങ്കുമം തൊടുന്ന, ഇതൊക്കെ ഇവരുടെ ചില ഈ പ്രദേശത്ത് നിൽക്കുന്ന ചില ആചാരങ്ങളുടെ ഭാഗമായുള്ള പരിപാടികളാണ്. അതിനുശേഷം പിന്നീട് നിരന്തരമായി ഇവർ നല്ല ബന്ധം തുടർന്നിരുന്നു. നിരന്തരമായി ഫോൺ വിളിച്ചിരുന്നു, നിരന്തരമായി കണ്ടിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു ഇവരുടെ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ അതിനുശേഷം ഈ പെൺകുട്ടിക്ക് അതിനുശേഷം ഒരു വിവാഹം ഉറപ്പിക്കുകയാണ്. ആ വിവാഹം ഉറപ്പിച്ചപ്പോൾ പെൺകുട്ടി ആദ്യമൊക്കെ ഷാരോണിനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിരുന്നത് തന്റെ വീട്ടുകാരുടെ നിർബന്ധം മൂലം താൻ മറ്റൊരു വിവാഹം കഴിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ഷാരോണിനെ വിവാഹം കഴിച്ചാൽ ഈ പെൺകുട്ടിയുടെ അമ്മ, അതായത് ഗ്രീഷ്മയുടെ അമ്മ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അച്ഛൻ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണി മുഴക്കിയിട്ടുണ്ട്. അതിനാൽ അവർക്ക് വഴങ്ങിയേ മതിയാകൂ, അവരെ തനിക്ക് മരണത്തിന് വിട്ടുകൊടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഷാരോണിനെ വിശ്വസിപ്പിക്കുന്നു. അതിനുശേഷം ഈ ബന്ധത്തിൽ ചില വിള്ളലുണ്ടാവുകയാണ്. ആ ബന്ധം പിന്നീട് മോശമായതിനു ശേഷം ഏകദേശം ഒരു 2 മാസക്കാലത്തോളം ഇവർ അകന്നിരുന്നു. പക്ഷേ ആ സമയത്ത് ഷാരോണിന്റെ വീട്ടുകാർ ഷാരോണിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയിരുന്നു, ഇനി വേണ്ട, ഇത് അവസാനിപ്പിക്കാം എന്നുള്ള കാര്യം പറഞ്ഞിരുന്നു. അത് കുറച്ച് ദിവസത്തേക്കൊക്കെ ഷാരോൺ കേട്ടു. പക്ഷേ അതിനുശേഷവും ഈ പെൺകുട്ടി ഷാരോണിന് നിരന്തരമായി മെസ്സേജ് അയക്കുന്നു, വിളിക്കുന്നു. അതിന്റെ കാരണം എന്ന് പറയുന്നത് ഇവർ ഒന്നിച്ചുണ്ടായിരുന്ന ചില ഫോട്ടോകളും ദൃശ്യങ്ങളും എല്ലാം ഉണ്ട്. പിന്നീട് ഈ പെൺകുട്ടി എല്ലാ ദിവസവും ഈ ഷാരോണിനെ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ വേണ്ടി കുങ്കുമം തൊട്ട ഫോട്ടോ, അതായത് ഷാരോണിന്റെ ഭാര്യയാണ് എന്നുള്ള കാര്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി എല്ലാ ദിവസവും കുങ്കുമം തൊട്ട ഫോട്ടോ രാവിലെ ഷാരോൺ അയച്ചു കൊടുക്കുമായിരുന്നു. അതൊക്കെ ഷാരോണിന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് കൊലപാതകത്തിലേക്ക് വഴിമാറുന്നു. എങ്ങനെയാണ് ബന്ധം തുടങ്ങിയത്, എങ്ങനെയാണ് ഈ കൊലപാതകത്തിന് ആസൂത്രണം നടത്തിയത് എന്നാണ് അമൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എപ്പോഴാണ് ഇത് ഈ രീതിയിലേക്ക്, അതായത് കൊലപാതകം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നതെന്ന് ഈ സമയത്തൊന്നും, ഇപ്പോൾ 2 മാസത്തോളം അച്ഛൻ്റെയും അമ്മയുടെയും ഒക്കെ വാക്കുകേട്ട് ഷാരോൺ ഈ ബന്ധത്തിൽ നിന്ന് അകന്നു നിന്നു എന്ന് പറഞ്ഞല്ലോ. പിന്നെയും എന്തുകൊണ്ട്, എങ്ങനെയാണ് ഷാരോൺ വീണ്ടും ഇത്രയും ആഴത്തിൽ ബന്ധം സ്ഥാപിക്കുന്നതിലേക്കും ഈ ഒരു ചതി അറിയാതെ ആ സ്നേഹം തുടരുന്നതിലേക്കും കാര്യങ്ങൾ പോയത്? ഈ വിഷയം അത് ഈ ഗ്രീഷ്മ അവരുടെ ജാതകം ശരിയാക്കാൻ വേണ്ടി ഈ ഷാരോണിനെ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്നുള്ളതാണ് അതിന്റെ ഈ 2ാം ഘട്ടം. അതായത് ഈ അകൽച്ചയ്ക്ക് ശേഷം വീണ്ടും അടുക്കാൻ ശ്രമിക്കുന്നത്. ഷാരോൺ ആദ്യഘട്ടത്തിലൊക്കെ ഈ ബന്ധം വിടുന്നതിനോട് ഷാരോണിന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അത്രയ്ക്ക് കാര്യമായിരുന്നു ഷാരോണിന് ആ പെൺകുട്ടിയെ. പക്ഷേ അതിനുശേഷം ഈ വീട്ടുകാരുടെ ഒരു സമ്മർദ്ദത്തിന്റെ പുറത്ത് ഷാരോൺ അങ്ങനെ അധികം ബന്ധം കാത്തു സൂക്ഷിച്ചില്ല. ഒരു 2 ആഴ്ച കാലത്തോളം മിണ്ടാതിരുന്നു, ഈ പെൺകുട്ടിയുമായി മിണ്ടാതിരുന്നു എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. അതിനുശേഷമാണ് പെൺകുട്ടി അപകടം മണക്കുന്നത്. ഈ ദൃശ്യങ്ങളുമെല്ലാം പുറത്തു വന്നാൽ ഉണ്ടാകാൻ പോകുന്ന അപകടം, ഈ 2ാമത്തെ ആലോചനയിൽ ഉള്ള ഭർത്താവ് ഒക്കെ പിന്നീട് ഭാവി കാലത്ത് ഇത് കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വീണ്ടും ഈ പെൺകുട്ടി ഷാരോണിനോട് അടുക്കുകയാണ്. ഷാരോണുമായി അടുത്ത് ഒരു കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കുന്ന പെൺകുട്ടിയാണ്. എല്ലാം തീരുമാനിച്ചുറപ്പിച്ച ഒരു പെൺകുട്ടി വീണ്ടും ഷാരോണിനോട് അടുക്കുന്നു. അപ്പോൾ ഷാരോൺ വീണ്ടും വിചാരിച്ചു ഈ ബന്ധം പഴയ നിലയിലേക്കാകും എന്നുള്ള തരത്തിൽ ഷാരോൺ വീണ്ടും ആ പെൺകുട്ടിക്കൊപ്പം നടന്നു. ആ പെൺകുട്ടിയുമായി വിവിധയിടങ്ങളിൽ പോയി വീഡിയോകൾ പഴയതുപോലെ ചിത്രീകരിച്ചു. അപ്പോഴെല്ലാം ഇവരുടെ ആവശ്യം എന്ന് പറയുന്നത് ഈ ഫോണിലുള്ള ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത് കളയുക എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷേ അങ്ങനെ ഉണ്ടായാൽ പോലും ഇത് പൂർണ്ണമായി അവസാനിക്കില്ല എന്നുള്ള ഒരു ബോധ്യം അവർക്കുണ്ടായി. അതുകൊണ്ട് അവർ ആ ഷാരോണിനെയും അവൾ കൊണ്ടുപോയി കൊന്നുകളഞ്ഞു എന്നുള്ളതാണ്. ഇത് ഇന്ന് എത്ര നാൾ മുതലുള്ള ഒരു ഗൂഢാലോചനയാണ് ഇത് ഇപ്പോൾ ഒടുവിൽ
പോലീസ് അല്പസമയത്തിനകം ഇക്കാര്യങ്ങൾ വിശദീകരിക്കും. ദിവിഷ്, ഈ പെൺകുട്ടിയുടെ ഒരു മാത്രം തീരുമാനം, അവരുടെ മാത്രം ഗൂഢാലോചന എന്നത് ഇത് നിൽക്കും എന്ന് തോന്നുന്നില്ല. കാരണം കൃത്യമായ ഇടപെടലുകൾ വീട്ടുകാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് എന്ന കാര്യത്തിൽ സംശയം വേണ്ട. അവർ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർ നമ്മളൊക്കെ ആയിട്ട് സംസാരിക്കുമ്പോൾ കാണിക്കുന്ന അവരുടെ സംസാരത്തിലുള്ള ചില കാര്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ കാര്യങ്ങളെല്ലാം വ്യക്തമാണ്. അവരറിയാതെ ഒന്നും നടക്കില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഉറപ്പിച്ച് പറയുകയല്ല, പക്ഷേ ആ ഒരു നിഗമനത്തിലാണ് പോലീസും ഉള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഈ പെൺകുട്ടിക്ക് ഈ പെൺകുട്ടിയിൽ നിന്നും ഷാരോണിനെ അകറ്റണം എന്ന് ഏറ്റവും കൂടുതൽ താല്പര്യമുണ്ടായിരുന്നത് ഷാരോണിന്റെ അമ്മയ്ക്ക് തന്നെയായിരുന്നു. അത് ഈ ഗ്രീഷ്മ സമ്മതിക്കുന്നുമുണ്ട്. അതായത് ഷാരോണുമായി ഒന്നിച്ച് ജീവിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ താൻ ആത്മഹത്യ ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. അത് ഈ ഗ്രീഷ്മ പറയുന്നതാണോ എന്നറിയില്ല, പക്ഷെ അങ്ങനെ അയച്ച സന്ദേശങ്ങളിലെല്ലാം അക്കാര്യങ്ങൾ വ്യക്തമാണ്. അങ്ങനെ ആണ് എങ്കിൽ അവരെ കൂടി പ്രതി ചേർക്കും. ദിവിഷ, ഒരു 2 ദൃശ്യങ്ങൾ, അത് PCR-ലോ ഡെസ്കിലോ ഒന്ന് പറഞ്ഞാൽ നന്നായിരിക്കും. 2 ദൃശ്യങ്ങൾ ഞാനിപ്പോൾ അയച്ചിട്ടുണ്ട്. അത് ഗ്രീഷ്മയുടെ വീടിന്റെ ദൃശ്യങ്ങളാണ്. അതൊന്ന് എടുത്തു കാണിച്ചാൽ നന്നാകും. അവരും സാമ്പത്തികമായി വലിയ ഉന്നതി കുടുംബം ഒക്കെ തന്നെയാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്കായിരുന്നു. അമൽ തുടർന്നോളൂ. ദിവിഷ, അങ്ങനെയാണ്. 2 കുടുംബവും വലിയ സാമ്പത്തികമായ ഉന്നതിയിലുള്ള കുടുംബം ഒന്നും ആയിരുന്നില്ല. പക്ഷേ ഈ ഗ്രീഷ്മയും അതോടൊപ്പം തന്നെ ഇവരും പഠിക്കാൻ നല്ല മിടുക്കരായിരുന്ന 2 ആളുകളാണ്. അങ്ങനെയുള്ള ആളുകളാണ്. നന്നായി നടന്നിരുന്ന, നല്ല സ്വഭാവമുണ്ടെന്ന് നാട്ടുകാർ വിശ്വസിച്ചിരുന്ന ഒരു പെൺകുട്ടിയും അതോടൊപ്പം തന്നെ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഇവിടെ സംസാരിക്കുമ്പോൾ റോഷൻരാജിലും ഒരു പ്രശ്നമൊന്നും ആരും പറയുന്നില്ല. ഒരു നല്ല ആൾ എന്നുള്ള തരത്തിൽ തന്നെയാണ് എല്ലാവരും കാണുന്നത്. അങ്ങനെയുള്ള ഒരു ഈ ചെറുപ്പക്കാരനെയാണ് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ക്രൂര മനോഭാവമുള്ള ഒരു പെൺകുട്ടി കൊണ്ടുപോയി കൊന്നുകളഞ്ഞത്. ഒരാളെയും ഈ സമീപ ദിവസങ്ങളിൽ വരുന്ന ചില വാർത്തകളുണ്ട്, ഒരു മനുഷ്യനെയും വിശ്വസിക്കാൻ പാടില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. നമ്മൾ ഇരുത്തി ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയ്ക്ക് വിശ്വാസത്തിലെടുത്ത് ഇത്രയ്ക്ക് ബന്ധം കാത്തു സൂക്ഷിച്ചു പോയിരുന്ന ഒരാളെയാണ് ഒരു സുപ്രഭാതത്തിൽ, അതും ഒരു സുപ്രഭാതത്തിൽ എന്ന് പറയാൻ കഴിയില്ല, കൃത്യമായി കണക്ക് കൂട്ടി പ്ലാൻ ചെയ്ത് അത് നടപ്പാക്കി കൊന്നുകളയുക എന്നൊക്കെ പറയുമ്പോൾ അത് എത്രത്തോളം ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയാണ് എന്ന് തിരിച്ചറിയാമല്ലോ നമുക്ക്. ഈ കൂടത്തായിലെ വാർത്തയൊക്കെ വന്നപ്പോൾ നമ്മൾ ഞെട്ടിയതാണ്. കൂടത്തായിലെ വാർത്തയ്ക്ക് സമാനമായി തന്നെയുള്ള ഒരു കാര്യമാണ്. അത് സൈനൈഡ് ആണെങ്കിൽ ഇത് മറ്റൊരു വിഷം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത്തരമുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. പാറശാല കേന്ദ്രീകരിച്ച് നടക്കുന്ന അത്തരം സംഭവങ്ങൾ ഇവിടുത്തെ ആളുകൾക്കും വലിയ ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. ഈ 11 വയസ്സുകാരൻ അശ്വിന്റെ മരണത്തിൽ ഇതുവരെയും പ്രതിയെ പിടികൂടിയിട്ടില്ല. അതെന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെയും അറിയില്ല. അതും ഇതുപോലെ തന്നെ ഒരു ജ്യൂസ് കൊണ്ട് ആ കുട്ടിക്ക് കൊടുത്തതാണ്. ആ കുട്ടി അത് കുടിക്കുകയും ചെയ്തു. ആന്തരികാവയവങ്ങൾ തകരാറിലായി മരണപ്പെടുകയും ചെയ്തു. എന്താണ് കുടിച്ചതെന്നോ ആരാണത് കൊടുത്തതെന്നോ ഒന്നും കണ്ടെത്താനായിട്ടില്ല. അതിന്റെ ചുരുളും അഴിയേണ്ടതുണ്ട്. ഈ 2 കേസുകളും ഇതിലേക്ക് നമ്മൾ ഈ കേസിൽ കൂടുതൽ മാധ്യമങ്ങൾ ഈ കേസിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങിയത് അന്നങ്ങനെ ഒരു കേസ് ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത് കൊണ്ടാണ്. ഇത് സമാന സ്വഭാവത്തിൽ മറ്റൊരു കേസ് കൂടി വന്നപ്പോൾ നമ്മൾ ഇതിനെ വലിയ ഗൗരവത്തോടു കൂടി കൈകാര്യം ചെയ്തത്. പക്ഷെ ആ കേസിലെ പ്രതിയെ ഇനിയും പിടികൂടാനായിട്ടില്ല. ഇത് രണ്ടും ഒരു സ്വഭാവത്തിൽ ഒരേ തരത്തിൽ നടന്ന കാര്യങ്ങളാണ്. അതിനാൽ തന്നെ അതിലെയും പ്രതിയെ പിടികൂടേണ്ടതുണ്ട്. നേരത്തെ ആനന്ദൻ സൂചിപ്പിച്ചു പോയ ഒരു കാര്യം ഒരിക്കൽ കൂടി പറയട്ടെ. ഈ പെൺകുട്ടിയിലേക്ക് പോലീസിന്റെ ഇന്നത്തെ ചോദ്യം ചെയ്യലിൽ അതിവേഗത്തിൽ പെൺകുട്ടിയെ കൊണ്ട് ഈ കാര്യങ്ങളെല്ലാം സമ്മതിപ്പിക്കാൻ പോലീസിനായത്, അവരുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഈ പെൺകുട്ടിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാതെ പോയത് ഈ പെൺകുട്ടിയുടെ ഫോൺ തന്നെയാണ്. ഇവിടെ ഷാരോണിന്റെ ഫോണാണ് ഏറ്റവും നിർണായകമായതെങ്കിൽ, അതിൽ നിന്ന് ലഭിച്ച സന്ദേശങ്ങളാണ് നിർണായകമായതെങ്കിൽ ആ പെൺകുട്ടിയുടെ ഫോണും പ്രശ്നമായിരുന്നു. പെൺകുട്ടിക്ക് വലിയ സമ്മർദ്ദം ഈ ചോദ്യം ചെയ്യൽ ഉണ്ടാക്കാൻ പോലീസിന് കഴിഞ്ഞത് ആ ഫോൺ തന്നെയാണ്. ആ ഫോൺ പരിശോധിക്കുമ്പോൾ അതിൽ കൃത്യമായി തന്നെയുണ്ട് ഈ വിഷാംശത്തെ പറ്റി, തുരിശിനെ പറ്റി, ആ വിഷാംശങ്ങളെ പറ്റി. അതോടൊപ്പം ഇവർ വിജയം നടപടിയാണ്. പ്രേക്ഷകരുടെ ശ്രദ്ധിക്കുക. അല്പ നിമിഷങ്ങൾക്ക് തന്നെ പോലീസ് കാര്യങ്ങൾ വിശദീകരിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.